ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം ഇല്ലെന്നതാണ് എൻ ഡി എക്ക് ഉള്ള പ്രശ്നം. എന്നാൽ രാജ്യസഭയിലും സഖ്യത്തിൻ്റെ അംഗസംഖ്യ 101 കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 4 നോമിനേറ്റഡ് അംഗങ്ങളുടെ കാലാവധി പൂർത്തിയായതോടെയാണ് എൻ ഡി എയുടെ അംഗനില വീണ്ടും കുറഞ്ഞത്. ഭൂരിപക്ഷത്തിന് ഇനി 12 പേരുടെ കൂടി പിന്തുണ അവർക്ക് വേണം. രാകേഷ് സിൻഹ, രാം ശകൽ, സോണൽ മാൻസിംഗ്, മഹേഷ് ജത്മലാനി എന്നീ നോമിനേറ്റഡ് അംഗങ്ങളാണ് കാലാവധി പൂർത്തിയായി ഇപ്പോൾ സഭയിൽ നിന്നും വിരമിച്ചത്. 245 അംഗങ്ങളുടെ സഭയിൽ ഭൂരിപക്ഷത്തിന് വേണ്ടത് 123 എം പിമാരുടെ പിന്തുണയാണ്. സഭയുടെ നിലവിലെ അംഗബലം 225 ആയതിനാൽ ഭൂരിപക്ഷ സംഖ്യ 113 വേണ്ടത്. എന്നാൽ എൻ ഡി എ അംഗബലം 101 മാത്രമാണുള്ളത്. ബി ജെ പിക്കുള്ളത് 86 എം പിമാരാണ്. ജെ ഡി യു 4, എൻ സി പി അജിത് പവാർ 2, ശിവസേന ഷിൻഡെ വിഭാഗം, ആർ എൽ ഡി, പി എം കെ, എ ജി പി, എൻ പി പി, ആർ പി ഐ, യു പി പി എൽ, ടി എം സി 1 വീതം എന്നിങ്ങനെയാണ് മറ്റ് എൻ ഡി എ കക്ഷികളുടെ സീറ്റ് നില. അതേസമയം കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിന് 87 എം പിമാരുണ്ട്. കോൺഗ്രസ് 26 എം പിമാരുണ്ട്. തൃണമൂൽ കോൺഗ്രസ് 13, ആം ആദ്മി പാർട്ടി 10, ഡി എം കെ 10, ആർ ജെ ഡി 5, എസ് പി 4, ജെ എം എം, സി പി എം 3 വീതം, സി പി ഐ, എൻ സി പി, ശിവസേന, മുസ്ലിം ലീഗ് 2 വീതം, എ ജി എം, കേരള കോൺഗ്രസ്, എ ഡി എം കെ, സ്വതന്ത്രൻ 1 വീതം എന്നിങ്ങനെയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ രാജ്യസഭയിലെ അംഗബലം. ഉപരിസഭയായ രാജ്യസഭയിൽ ബില്ലുകൾ പാസാക്കാൻ കേന്ദ്ര സർക്കാർ എൻ ഡി എ ഇതര കക്ഷികളെ തുടർന്നും ആശ്രയിക്കേണ്ടി വരും. നിലവിൽ തങ്ങളുടെ 86 അംഗങ്ങൾക്ക് പുറമെ മറ്റ് എൻ ഡി എ സഖ്യകക്ഷികളിൽ നിന്ന് 15 വോട്ടുകൾ ബി ജെ പിക്ക് ലഭിക്കുമെങ്കിലും ബില്ലുകൾ പാസാക്കാൻ 12 പേരുടെ കൂടി പിന്തുണ ആവശ്യമാണ്. ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന 11 സീറ്റും 4 നോമിനേറ്റഡ് സീറ്റും നികത്തപ്പെടുന്നതുവരെ ബി ജെ പിയുടെ അവസ്ഥ ഇതുതന്നെയായിരിക്കും. നിലവിൽ ഇരു സഖ്യത്തിനൊപ്പവുമില്ലാത്ത 9 സീറ്റുള്ള ഒഡീഷയിലെ നവീൻ പട്നായിക്കിൻ്റെ പാർട്ടിയായ ബി ജെ ഡി, മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ 9 സീറ്റുള്ള വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടി, 7 സീറ്റുള്ള തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിൻ്റെ ബി ആർ എസ്, 4 സീറ്റുള്ള എ ഐ എ ഡി എം കെ എന്നീ കക്ഷികളെയാണ് ബിൽ പാസാക്കാൻ ബി ജെ പി നേരത്തെ ആശ്രയിച്ചിരുന്നത്. ഇതിൽ വൈ എസ് ആർ പി, എ ഐ എ ഡി എം കെ കക്ഷികളിൽ നിന്നുള്ള 13 പേരുടെ പിന്തുണ സഭയിലെ ഒഴിവ് നികത്തുന്നവരെ ബി ജെ പി തുടർന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. മുന്നണിയിൽ ഇല്ലെങ്കിലും ബി ജെ പിക്ക് ശക്തമായ പിന്തുണയാണ് വൈ എസ് ആർ കോൺഗ്രസ് നൽകി വരുന്നത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഡിസംബറിൽ എ ഐ ഡി എം കെയുമായുള്ള ബന്ധത്തിൽ ഉണ്ടായ വിള്ളൽ ബി ജെ പിക്ക് ഒരു ചെറിയ തിരിച്ചടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയോടെ ബി ജെ ഡിയും ബി ജെ പിയുമായി ചെറിയ അകൽച്ചയിലാണ്. ഇവർ രണ്ടും ഇടഞ്ഞു തന്നെ നിൽക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ നോമിനേറ്റഡ് അംഗങ്ങളുടെ പിന്തുണ മാത്രമേ ബി ജെ പിയെ തുണയ്ക്കുകയുള്ളൂ. രാജ്യസഭയിൽ ആകെ 12 നോമിനേറ്റഡ് അംഗങ്ങളാണുള്ളത്. സഖ്യകക്ഷികൾ അല്ലെങ്കിലും സർക്കാർ ഇവരെ തിരഞ്ഞെടുക്കുന്നതിനാൽ പ്രായോഗികമായി അവർ ഭരണകക്ഷിയെയാണ് പിന്തുണക്കുന്നത്. എൻ ഡി എയുടെ ഒപ്പമല്ലെങ്കിലും 4 എം പിമാരുള്ള ബി ആർ എസിൻ്റെ പിന്തുണയും ഈ സാഹചര്യത്തിൽ ഏറെ നിർണായകമാകും. ബി ജെ പിയുടെ എതിർപക്ഷത്തായിരുന്ന ബി ആർ എസ് തെലങ്കാനയിലെ തിരിച്ചടിയെ തുടർന്ന് നിലപാട് മാറ്റുന്ന സൂചനകളാണ് അടുത്ത നാളുകളിലായി പുറത്തു വന്നത്. ഇത് ബി ജെ പിക്ക് പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. നോമിനേറ്റഡ് അംഗങ്ങൾ ഉൾപ്പെടെ 20 സീറ്റാണ് നിലവിൽ രാജ്യസഭയിൽ ഒഴിഞ്ഞുകിടക്കുന്നത്. ഇതിൽ ആസം, ബീഹാർ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ത്രിപുര എന്നിവിടങ്ങളിൽ നിന്ന് എൻ ഡി എ സഖ്യത്തിന് 7 സീറ്റ് വരെ കിട്ടാം. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിഹരിക്കാനായാൽ 2 സീറ്റ് അവിടെ നിന്നുകൂടി അവർക്ക് ലഭിക്കും. ഒപ്പം വൈ എസ് ആർ കോൺഗ്രസിൻ്റെയും നോമിനേറ്റ് അംഗങ്ങളുടെയും വോട്ടും കൂടി ലഭിച്ചാൽ എൻ ഡി എക്ക് ഭൂരിപക്ഷം മറികടക്കാൻ കഴിയും.